ഇന്ന് നമ്മൾ വീണ്ടും ഒരു സെൻറ്റാങ്കിൾ ആർട്ടായിട്ടാണ് ട്ടോ വന്നിരിക്കുന്നത്. മുമ്പ് ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു ആർട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ ഒരു ബോക്സ് ഫില്ല് ചെയ്യുന്നതും അതേപോലെ തന്നെ പെന്ന് കൊണ്ട് മറ്റേ ഇങ്ങനെ കുറേ വരകൾ വരയ്ക്കുമല്ലോ റാ പറഞ്ഞിട്ട്, അതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു പണിയാണ്. അതുകൊണ്ടായിരിക്കാം എനിക്ക് ചിലപ്പോൾ സെൻറ്റാങ്കിൾ ആർട്ടിനോടും ഡൂഡിൽ ആർട്ടിനോടും ഇത്ര കമ്പം. അപ്പോൾ നമ്മുടെ ഈ ഒരു സെൻറ്റാങ്കിൾ ആർട്ട് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, ആദ്യം തന്നെ റാൻഡം ആയിട്ട് കുറച്ച് ഓവൽ ഷേപ്പിൽ, അതായത് ഒട്ടും തന്നെ പെർഫെക്റ്റ് അല്ലാത്ത കുറച്ച് എന്താ പറയുക കള്ളി പോലെ വരച്ചു കൊടുക്കുക. അതിന് ശേഷം അതിനുള്ളിൽ കുറേ വരകൾ ഇട്ടിട്ട് ഒരു നിറയെ കള്ളികൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ നമ്മുടെ ചെസ് ബോർഡൊക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെ നമ്മളൊന്ന് എന്താ പറയുക കളർ ചെയ്ത് കൊടുക്കുക. കളർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരറ്റത്തുനിന്ന് കുറേ വരകൾ വരച്ച് തുടങ്ങുക. ഇത് നമ്മൾ ഫുൾ ഫില്ല് ചെയ്യണം കേട്ടോ. ആൻഡ് ഈ ഒരു പരിപാടി ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഇതുണ്ടാവുമെങ്കിലും പിന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ഇങ്ങനത്തെ ആർട്ടുകൾ വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് ഒരു തോന്നലുണ്ടാവും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഈ രണ്ട് ആർട്ടുകളോടും കുറച്ച് ഇൻട്രസ്റ്റിങ്ങും അതേപോലെ തന്നെ ചെയ്യാൻ ഇനിയും ഒരു ത്വരയും തോന്നി തുടങ്ങിയത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്നതിന് ശേഷം നമ്മളൊരു പെൻസിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ആയേക്കാം, പക്ഷെ കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, നമ്മുടെ ഈ ഒരു സെൻറ്റാങ്കിൾ ആർട്ട് എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.